നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു രസത്തിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഓണമൊക്കെയാണ്, എല്ലാ വീടുകളിലും സദ്യയ്ക്ക് തയ്യാറാക്കുന്ന ഒന്നാണ് രസം. അപ്പോൾ ഞാൻ ഇന്നിവിടെ തക്കാളിക്ക രസമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 4-5 നന്നായിട്ട് പഴുത്ത തക്കാളിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. രസത്തിന് വേണ്ടുന്ന ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചു. നമ്മുടെ തക്കാളിക്ക് എല്ലാം വെന്ത് വന്നേ. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് ഞാനിത് ചട്ടിയിലോട്ട് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് പൊട്ടിയപ്പോൾ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് ഞാനൊന്ന് ഇളക്കിയെടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തക്കാളിക്കയും മസാലയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഒഴിക്കരുത്, ഒരല്പം പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. താല്പര്യമുള്ളവർ ചേർത്താൽ മതി, അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക. അതിന് പകരം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. രസം ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.